എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വഴുതനങ്ങ കുഴഞ്ഞു പോകുന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട. കണ്ടില്ല, എല്ലാ കഷ്ണങ്ങളും വിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വഴുതനങ്ങ തോരനുള്ള ഫ്രഷ് വഴുതനങ്ങ നമ്മളെ ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വഴുതനങ്ങ പറിക്കാം. നമുക്കതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഫ്രഷായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള, കുറച്ച് പച്ചമുളക്, പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ പറിച്ചെടുത്ത ഫ്രഷ് വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഇടുന്ന പൊടികൾ ഞാൻ അപ്പോൾ പറയാം, കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഇട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു പൊസിഷൻ ഭാഗം നമുക്കൊന്ന് അരിഞ്ഞ് കളയാം. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളത്തിൽ നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു കുഴഞ്ഞു പോവില്ല എന്നാണ് അറിവ്. നമുക്ക് നോക്കാം കുഴഞ്ഞു പോകുമെന്ന്. അപ്പം ഞാൻ ഈ വഴുതനങ്ങയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. വഴുതനങ്ങയെല്ലാം കഴുകി ഞാൻ വാരി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിൽ സവാള 2ആയി പൊളിച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട്, 3-4 പച്ചമുളക്, പിന്നെ ഒരൽപ്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ ചേർക്കാവുന്ന പൊടികൾ നമ്മൾ ചേർക്കുമ്പോൾ പറയാം. അപ്പം നമുക്ക് ഈ സ്റ്റൗവിലേക്ക് പോയാലോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം, സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2-2.5 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 മുളക്, വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, ഇനി നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൂട് ഫുൾ ചൂടിലാണ് ഇരിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി നമുക്കിനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരുന്നവരെ. നമ്മൾക്കിനി ഇതിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ സവാള ഞാൻ നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് അതിലേക്ക് നമുക്കിത് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുക്കാം, ഒന്ന് മൂപ്പിക്കാൻ. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവിന്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാൻ കുറയ്ക്കും ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇത്തിരി എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ എത്ര എരിവ് ചേർക്കുന്നത്. എരിവ് അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ മുളകിൻ്റെയും ഈ ചതച്ച മുളകിൻ്റെ എരിവ് തന്നെ മതിയാവും. ഈ മുളക് പൊടിയുടെ ആവശ്യം വരില്ല. ഇനി അതൊന്ന് ബ്രൗൺ കളർ ഒന്ന് പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കണം. പിന്നെ സവാള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മസാല ഇതിലേക്ക് പിടിക്കുന്നത് വരെ. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ അര സ്പൂൺ നേരത്തെ ഇട്ടു. ഇനി നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കൂടുതൽ നേരം അടച്ച് വയ്ക്കാൻ പറ്റില്ല, കാരണം വഴുതനങ്ങയല്ലേ, അതിൻ്റെ വിയർപ്പ് വെള്ളം ഇറങ്ങി ആവി വെള്ളം ഇറങ്ങിയിട്ട് ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ. നമുക്കൊന്ന് ഒതുങ്ങുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് അപ്പം തന്നെ തുറക്കാം. ഇങ്ങനെ അടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. മതി, നമുക്ക് തുറന്ന് നോക്കാം. അധികം നേരം അടച്ച് വെച്ചാൽ ചിലപ്പോൾ ആവി വെള്ളം വീഴും. അപ്പോൾ അത് വീഴാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് ഈ ചൂടിൽ തന്നെ ഇതൊന്ന് വെന്ത് വന്നാൽ മതി. ഇത് വെന്തിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വരും. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ ഇട്ട് കറക്റ്റാണ്. ഒന്ന് വെന്ത് വരട്ടെ. ഓക്കെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യണം. എല്ലാം എരിവും ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.